വെൽക്കം എവരി വൺ. ഏവർക്കും ഹാജാസ് ക്ലാസ്സസിന്റെ മെം സീരീസിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ സുപ്രധാന മേഖലയായിട്ടുള്ള മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഏരിയകൾ നിങ്ങൾക്ക് വളരെ സൗജന്യമായി പ്രധാനപ്പെട്ട പോയിന്റ്സ് നൽകുന്ന ഒരു സീരീസാണ് മെം സീരീസ്. ഇതിനകം തന്നെ നമ്മുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിൽ ഒരുപാട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി യൂസ് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവ ലഭിക്കുന്നതാണ്. സോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ഡിഗ്രി പരീക്ഷയിൽ, ഈ അടുത്ത് നടന്ന 2025 നടന്ന ഡിഗ്രി ഇംഗ്ലീഷ് പരീക്ഷയിലെ 10 ചോദ്യങ്ങളാണ്, ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള 10 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡിഗ്രി പരീക്ഷകൾ എന്ന് പറയുമ്പോൾ PSC നടത്തുന്ന പരീക്ഷകളിൽ കുറച്ച് നിലവാരം കൂടിയ എക്സാമുകളിൽ ഒന്നാണ് ഡിഗ്രി ലെവൽ. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം പരീക്ഷകളിലെ ചോദ്യങ്ങളിൽ നമുക്ക് നല്ല നിലവാരം കാണാൻ കഴിയുന്നതാണ്. സോ ഇവിടെ നമ്മുടെ മുന്നിലേക്ക് തന്നിരിക്കുന്ന ഒരു ചോദ്യത്തിലേക്ക് വരാം. അസേർട്ടീവ് സെന്റൻസ്, ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ക്വസ്റ്റ്യൻ സെന്റൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: സപ്പോസ്ഡ് ടു കംപ്ലീറ്റ് ദീസ് അസൈൻമെന്റ്സ് ബൈ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇവിടെ ഏത് ഓക്സിലറിയും ഏത് പ്രൊനൗണുമാണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. ഓപ്ഷൻസിൽ നോക്കുമ്പോൾ ഷുഡ് ഐ, ആറിൻറ്റ് ഐ, ആം ഐ എന്നിവ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ദെൻ ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിരിക്കുന്നതിൽ ഓൺലി വൺ മാത്രമാണോ, അഥവാ ഷുഡ് ഐ മാത്രമാണോ, അല്ലെങ്കിൽ ആറിൻറ്റ് ഐ മാത്രമാണോ, അതല്ലെങ്കിൽ ഷുഡ് ഐയും ആറിൻ്റെയും ആം ഐയുമാണോ, അല്ലെങ്കിൽ ആം ഐ മാത്രമാണോ ശരി എന്നുള്ളതാണ് ചോദ്യം. ഒരു പക്ഷേ മിക്ക ആളുകളും ഇവിടെ ആറിൻറ്റ് ഐ വരുമോ എന്ന് ഡൗട്ട് അടിച്ച് നിന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യൻ ടാഗിൽ ആറിൻറ്റ് ഐ വരും എന്ന് നമുക്കറിയാം അല്ലെ. അയാം വന്നാൽ ആറിൻറ്റ് ഐ വരും. സോ അതേപോലെ ഒരു സെന്റൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആറിൻറ്റ് ഐ കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല. അപ്പൊ ആറിൻറ്റ് ഐ ഒരു തെറ്റായിട്ടുള്ള ഒരു പ്രയോഗമല്ല. സോ ഇത് നമുക്ക് ഉത്തരത്തിൽ വരുന്നതാണ്. ദെൻ ആം ഐ ഉത്തരത്തിൽ വരുന്നതാണ് അല്ലെ. എന്നാൽ ഷുഡ് ഐ വരില്ല. കാരണം എന്താണ്? ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് സപ്പോസ്ഡ് എന്ന് പറഞ്ഞ ഒരു വേർബ് കാണാം. അത് വേർബ് 3 ആണ് കേട്ടോ. വേർബ് 3 ആണ്. ഒന്നെങ്കിൽ അത് വേർബ് 2 ആണ്, അല്ലെങ്കിൽ വേർബ് 3 ആണ്. തൊട്ട് മുന്നേ ഓക്സിലറി ഉള്ളത് കൊണ്ട് അത് മിക്കവാറും വേർബ് 3 തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷുഡ്, കുഡ് പോലുള്ള ഓക്സിലറികൾക്ക് ശേഷം വരുന്നത് V1 ആണ്. ഇവിടെ V1 അല്ലാത്തത് കൊണ്ട് ഷുഡ് വരില്ല. അപ്പൊ ഷുഡ്, കുഡ് അല്ലെങ്കിൽ ക്യാന്, മേ, മൈറ്റ് എന്നിവയ്ക്ക് ശേഷം V1 ആണ് വരുന്നത്. അവിടെ V3 വരാം. എപ്പോൾ? ഷുഡിന് ശേഷം ഒരു ബി കൂടി ഉണ്ടായിരുന്നു എങ്കിൽ V3 വരാമായിരുന്നു. പക്ഷെ അവിടെ അങ്ങനെ വന്നിട്ടില്ല. സോ നമ്മുടെ ഉത്തരം ബോത്ത് 2 and 3, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സ്റ്റുഡൻസ് ആർ അഡ്വൈസ്ഡ് ടു റിഫ്രൈൻ ഡാഷ് ബാഡ് കമ്പനി. മോശമായ കൂട്ടുകെട്ടിൽ നിന്നും കുട്ടികൾ മാറി നിൽക്കണമെന്ന് ഉപദേശിക്കപ്പെട്ടു. അപ്പോൾ റിഫ്രൈൻ, മാറി നിൽക്കണം, വിട്ടു നിൽക്കണം എന്ന അർത്ഥത്തിനാണ്. അപ്പൊ റിഫ്രൈനു ശേഷം ഏത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുമെന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ റിഫ്രൈനു ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രം എന്ന പ്രിപ്പോസിഷൻ ആണ്. സെറ്റ് അല്ലേ? ദെൻ ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ഒരു സഹായം ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ചോദ്യങ്ങളിൽ അഡ്വൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവിടെ കണ്ടോ അഡ്വൈസ്. ഇവിടെ അഡ്വൈസ് വെർബായിട്ടാണ് വന്നിട്ടുള്ളത്. അഡ്വൈസ് വെർബായിട്ട് വരുന്ന സമയത്ത് എസും, നൗൺ ആയിട്ട് വരുന്ന സമയത്ത് സിയുമാണ് വരേണ്ടത്. അഡ്വൈസിൽ ഇവിടെ വെർബാകുമ്പോൾ എസും, നൗൺ ആകുമ്പോൾ സിയുമാണ് എന്ന ഒരു ഹെൽപ്പിംഗ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. അപ്പോൾ എസിലാണ് വെർബ്, സിയിലാണ് നൗൺ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് ഉത്തരം ഫ്രം ആണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ചോദ്യമാണ്. എ ഫ്യൂ വർക്കേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ സ്ട്രൈക്ക്. വളരെ കുറഞ്ഞ തൊഴിലാളികൾ മാത്രമേ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഇതാണ് ചോദ്യം. അപ്പൊ ഇതിന് ക്വസ്റ്റ്യൻ ടാഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഓക്സിലറി വെർബ്, പ്രൊനൗണും ആണ് നോക്കേണ്ടത്. ഇവിടെ വേർബ് V2 ആണ്. വെർബ് V2 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഓക്സിലറി എടുക്കണം? ഡിഡ് എടുക്കണം. സോ സിയും ഡിയും നമുക്ക് വെട്ടാം. പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. സെന്റൻസ് പോസിറ്റീവ് അല്ലേ? ഫ്യൂ ആണെങ്കിൽ
നെഗറ്റീവ് ആയേനെ. സെന്റൻസ് നെഗറ്റീവ് ആണ്. ഇവിടെ എ ഫ്യൂ ആണ്. എ ഫ്യൂ, ദ ഫ്യൂ ഒക്കെ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ സെന്റൻസ് പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് നെഗറ്റീവ് വേണം. അപ്പൊ തന്നെ ഉത്തരം ആയിട്ടുണ്ട് കേട്ടോ. ഡിഡിന്റ് ദേ എന്നുള്ളതാണ് ഉത്തരം. പിന്നെ എ ഫ്യൂ എന്ന് പറയുമ്പോൾ അത് പ്ലൂറലിനെ സൂചിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? ദേ കൊടുക്കും. ദെൻ അടുത്ത ചോദ്യം, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ചോദ്യം ഇതാണ്, വേർ ഈസ് ദ ബസ് സ്റ്റാൻഡ് സെഡ് ദ യങ് മാൻ. യങ് മാൻ ചോദിച്ചു എവിടെയാണ് ബസ് സ്റ്റാൻഡ്. സോ ഇവിടെ അസേർട്ടീവ് സെന്റൻസ് അല്ല, നമുക്ക് ഇന്ററോഗേറ്റീവ് സെന്റൻസ്, അത് തന്നെ WH ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യം റിപ്പോർട്ടിംഗ് സെന്റൻസ് പറഞ്ഞാലും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടേ സെന്റൻസ് കൊണ്ടുവരാകൂ. ഓപ്ഷൻസിൽ അത് പ്രശ്നമായിട്ട് വന്നിട്ടില്ല, എല്ലാത്തിലും ദ യങ് മാൻ എന്ന് തന്നിട്ടുണ്ട്. ദെൻ എൻകേർഡ് എന്നോ ആസ്കഡോ എന്നൊക്കെയോ നമുക്ക് ചോദിക്കാം. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ല. പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കണക്റ്റിംഗ് വേർഡ് ആയിട്ട് WH ക്വസ്റ്റ്യനിൽ അതേ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്, അഥവാ വേർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ വേർ വന്നിട്ടുണ്ട് അല്ലെ, വേർ വന്നിട്ടുണ്ട്. ദെൻ താഴെ ഇവിടെയും വേർ വന്നിട്ടുണ്ട് അല്ലെ, വേർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബിയും ഡിയും വെട്ടാം. ശ്രദ്ധിക്കണം, ഇനി പല ആളുകളും ഓപ്ഷൻ എ ഉത്തരമാക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, റിപ്പോർട്ടിംഗ് വെർബ് എൻകേർഡ് എന്നോ വാണ്ട് ടു നോ എന്ന് ചോദിച്ചാലൊന്നും പ്രശ്നമല്ല. രണ്ടിന്റെയും അർത്ഥം അന്വേഷിച്ചു, തിരക്കി എന്നൊക്കെയാണ്. അത് നമുക്ക് പ്രശ്നമല്ല. പിന്നീട് അങ്ങോട്ട് പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആയിട്ട് വേർ രണ്ടിലും വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ ആകുന്ന സമയത്ത് ആദ്യം ഓക്സിലറി വരും, പിന്നെയാണ് സബ്ജക്റ്റ് വരുന്നത് അല്ലെ. ഇവിടെ ഈസ് എന്ന ഓക്സിലറി വെർബ് ആദ്യം വന്നു, പിന്നീടാണ് ദ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് സ്പീച്ചിൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷെ അത് ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റിനെ എഴുതണം, അഥവാ ആദ്യം ദ ബസ് സ്റ്റാൻഡ് വരണം. അതിനുശേഷം ഈ ഒരു ഓക്സിലറി വെർബ് പാസ്റ്റിലേക്ക് മാറ്റി, അഥവാ വാസ് ആക്കിയിട്ട് എഴുതണം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഓക്സിലറിയും സബ്ജക്റ്റും പൊസിഷൻ മാറിയിട്ടില്ല. എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉള്ളത് അതേപോലെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ ദ ബസ് സ്റ്റാൻഡ് എന്ന് ആദ്യം സബ്ജക്റ്റ് പറഞ്ഞു, ഓക്സിലറി ശേഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഉത്തരം. മനസ്സിലായോ? അപ്പൊ അവിടെ ഒരു പൊസിഷൻ ചേഞ്ച് ആണ് നമുക്ക് കുഴപ്പിക്കുന്ന രീതിയിൽ PSC ചോദിച്ചിട്ടുള്ളത്. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ദ സിംഗർ പെർഫോംഡ്. ഇത് എങ്ങനെ ഒരു സെന്റൻസിന്റെ പാറ്റേൺ കൃത്യമായിട്ടും എഴുതാം എന്നുള്ള പരിശോധനയാണ്. ദ സിംഗർ പെർഫോംഡ്, ഒരു പാട്ടുകാരൻ പ്രകടനം കാഴ്ചവെച്ചു. ദെൻ ഓപ്ഷനിൽ നോക്കുമ്പോൾ മെലഡിയസ്ലി at the concert for 2 hours melodiously for 2 hours at the concert, for 2 hours melodiously at the concert, melodiously at the concert for 2 hours, അങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെന്റൻസിന്റെ ഓർഡർ കറക്റ്റ് ആക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു സെന്റൻസ് കണ്ടാൽ മനസ്സിലാക്കുക, ആ സെന്റൻസിൽ സബ്ജക്റ്റ് വെർബ് എന്നതിനു ശേഷം അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ, അഥവാ വെർബിനെ വിശേഷിപ്പിക്കുന്ന, വെർബിന്റെ അവസ്ഥയെ, സ്റ്റേറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ വിശദീകരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം. അപ്പൊ ആദ്യം അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ അത് എഴുതണം. എങ്ങനത്തെ അഡ്ജക്റ്റീവ്? ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു മാനർ, ഈ ഒരു വെർബ് ഏത് രീതിയിലാണ്, ആ ഒരു ആക്ഷൻ ഏത് രീതിയിലാണ് എന്ന് സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവിനെ ആദ്യം എഴുതണം. അതിനുശേഷം പ്ലേസ് ഉണ്ടെങ്കിൽ ആദ്യം പ്ലേസ് എഴുതണം. അതിനുശേഷമാണ് എന്ത് എഴുതേണ്ടത്? സമയം എഴുതേണ്ടത്. സമയം എഴുതേണ്ടത്. ഇതാണ് ആ ഒരു ഫോർമാറ്റ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. അറ്റ് കോൺസേർട്ട് എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ സ്ഥലം വന്നു അല്ലെ. കോൺസേർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഗാനമേള നടക്കുന്ന സ്ഥലത്ത് വെച്ച് എന്നൊക്കെ അർത്ഥത്തിനാണ്. അപ്പൊ അവിടെ തന്നെ അത് തെറ്റിപ്പോയിട്ടുണ്ട്. ഇവിടെ അഡ്ജക്റ്റീവ് ആദ്യം വന്നിട്ടുണ്ട്, അത് നമുക്ക് തൽക്കാലം ഹോൾഡ് ചെയ്യാം. ഇവിടെ സമയം ആദ്യം വന്നിട്ടുണ്ട്, അതും വെട്ടാം. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് അഡ്ജക്റ്റീവ്, എങ്ങനെ? അവസ്ഥയെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്. ദെൻ പ്ലേസ്, അതിനുശേഷം സമയം, എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി തന്നെയാണ് ഉത്തരമെന്ന് ഉറപ്പിക്കാം. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്തൊരു ചോദ്യം ഇതാണ്. ഐ എക്സ്പ്രസ്ഡ് മൈ സ്ട്രോങ് ഡിസയർ ടു ലേൺ ഡാഷ് കയാക്കിംഗ് ആൻഡ് ഡാഷ് കനോയിങ് ടു നോ ദ ഡിഫറൻസസ്. എനിക്ക് കയാക്കിംഗ്, കനോയിങ് അത് രണ്ട് സ്പോർട്സ് ആണ്. നമ്മൾ വാട്ടർ സ്പോർട്സ് ആണ് കേട്ടോ, വാട്ടർ സ്പോർട്സ് ആണ്. ഈ രണ്ട് വാട്ടർ സ്പോർട്സുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, രണ്ടിന്റെയും വ്യത്യാസം തിരിച്ചറിയുന്നതിന് വേണ്ടി. അപ്പൊ ഏകദേശം സമാന രൂപത്തിലുള്ള രണ്ട് വാട്ടർ സ്പോർട്സ് ആണ്. അതിന്റെ വ്യത്യാസം തിരിച്ചറിയാൻ എനിക്കത് പഠിക്കണം എന്ന താല്പര്യമുണ്ട്. ദെൻ ഓപ്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് കോറിലേറ്റീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എയ്തർ ഓർ, നെയ്തർ നോർ, ബോത്ത് ആൻഡ് സച്ച് ദാറ്റ്.
അപ്പൊ ഇവിടെ എനിക്ക് രണ്ടും വേണമെന്നാ പറഞ്ഞത് അല്ലെ. എയ്തർ ഓർ കൊടുത്താൽ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് എന്ന ഓപ്ഷണൽ ആണ്. നെയ്തർ നോർ പറഞ്ഞാൽ ഇതുമല്ല അതുമല്ല. പക്ഷെ രണ്ടും എന്ന അർത്ഥത്തിന് വരുന്നത് ബോത്ത് ആണ് അല്ലെ. ബോത്ത് രണ്ടും അല്ലെ, ഇതും അതും വേണം. കയാക്കിങ്ങും വേണം, കനോയിങ്ങും വേണം. സോ ബോത്ത് ആൻഡ്, ടു ലേൺ ബോത്ത് കയാക്കിംഗ് ആൻഡ് കനോയിങ് എന്നാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ആൻസർ. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. There are no less than 50 packets of noodles in the carton. ആ ഒരു കാർട്ടണില് ആ ഒരു ബേസ്ബോളിനകത്ത് ആ ഒരു ബോക്സിനകത്ത് 50 പാക്കറ്റിൽ കുറയാതെ എന്തുണ്ട്, നൂഡിൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 50 പാക്കറ്റിൽ കുറയാതെ നൂഡിൽസ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് അല്ലെ. കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. സോ നോ ലെസ് ദാൻ എന്ന പ്രയോഗം ശരിയല്ല കേട്ടോ. നോ ലെസ് ദാൻ എന്ന പ്രയോഗം ശരിയല്ല. അതുകൊണ്ടാണല്ലോ അത് കറക്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അവിടെ നമുക്ക് ശരിയായിട്ടുള്ള പ്രയോഗം നോ ഫ്യൂവർ ദാൻ എന്നാണ്. there are no fewer than 50 packets of noodles in the carton. അവിടെ എന്തുകൊണ്ട് നോട്ട് ലെസർ ദാൻ കൊടുത്തില്ല? നോട്ട് ലെസർ 2 എന്നാ. ലെസർ കഴിഞ്ഞിട്ട് 2 കൊടുക്കുന്നതാണ് കൂടുതൽ സ്യൂട്ടബിൾ. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ഡി കൊടുക്കാൻ കഴിയില്ല. there are no fewer than എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. പല ആളുകളും നോട്ട് ലെസർ ദാനിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. സെറ്റ് അല്ലേ? സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നെക്സ്റ്റ് ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് ഐ അല്ല, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും, അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യും? അടുത്ത വർഷം ആകുമ്പോൾ ഗിറ്റാർ പ്ലേ ചെയ്യുന്ന 20 വർഷം പൂർത്തിയാകും. അപ്പൊ ഇത് ടെൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ ഇവിടെ നെക്സ്റ്റ് ഇയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫ്യൂച്ചർ ആണെന്ന് അല്ലെ. ഫ്യൂച്ചർ ആണെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഫ്യൂച്ചറിന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഓപ്ഷനിൽ എല്ലാം വന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഫോർ 20 years കണ്ടില്ലേ? ഫോർ 20 years. സിൻസ് 4 ഇവ രണ്ടും അധികവും നമ്മൾ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് കണ്ടിന്യൂസുകളിലാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ നെക്സ്റ്റ് ഇയർ കണ്ടപ്പോൾ നമുക്ക് ഫ്യൂച്ചർ എന്ന് കിട്ടി. ഇവിടെ ബൈ നെക്സ്റ്റ് ഇയർ എന്നാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ അല്ലെ. ബൈ നെക്സ്റ്റ് ഇയർ ഐ ഡാഷ് ഗിറ്റാർ ഫോർ 20 years. അപ്പൊ സിൻസും 4ഉം കണ്ടപ്പോൾ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എളുപ്പ വഴിയാണ് പറയുന്നത്. അപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസുകളുടെ, പ്രസന്റ് അല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസുകളുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ബീൻ ഉണ്ടാകും അല്ലെ. ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാഡ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING അല്ലെ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ല, വെർബ് പ്ലസ് ING കേട്ടോ. വെർബ് പ്ലസ് ING എന്തല്ല, V3 അല്ല, V3 അല്ല, വെർബ് 1 + ING. സോ ഓപ്ഷനിൽ വിൽ ഹാവ് ബീൻ പ്ലേയിങ് ആണ് കൊടുക്കേണ്ടത്. എന്ത് കൊടുക്കരുത്? V3 കൊടുക്കരുത്. V3 കൊടുക്കരുത്. V3 കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയണമായിരുന്നു? വിൽ ഹാവ് പ്ലേഡ് എന്ന് പറയണമായിരുന്നു. ബീന് വന്നു കഴിഞ്ഞാൽ ശേഷം ING ഫോം ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സോ അവസാനം 2 years കണ്ടതുകൊണ്ടാണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായത്. നെക്സ്റ്റ് ഇയർ കണ്ടപ്പോഴാണ് അത് ഫ്യൂച്ചർ ആണെന്ന് മനസ്സിലായത്. അപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോർമാറ്റ് ആണ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് 1 + ING. ദെൻ അടുത്ത ചോദ്യം, ആർ വി നോട്ട് ഗോയിങ് ടു ഫിനിഷ് ദ ലെസൺ ടുഡേ? നമ്മൾ ഇന്ന് ആ ഒരു പാഠം പൂർത്തിയാക്കില്ലേ? ഇതാണ്. ഇതിനെ പാസീവ് വോയിസ് ആക്കാനാണ് ചോദ്യം. അപ്പോൾ ഒരു സെന്റൻസ് ആക്റ്റീവ് വോയിസിൽ നിന്നും പാസീവ് വോയിസ് ആക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ആദ്യം സബ്ജക്റ്റിന്റെയും ഒബ്ജക്റ്റിന്റെയും പൊസിഷൻ മാറ്റണം. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ? വി ആണല്ലേ. വി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? ലെസൺ ആണ്. സോ ക്വസ്റ്റ്യൻ ആയാലും എന്തായാലും നമ്മൾ ഇതിനെ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് രണ്ടിന്റെയും പൊസിഷൻ മാറുന്നു. അഥവാ ദ ലെസൺ എന്നുള്ളത് കേട്ടോ, ദ ലെസൺ ടുഡേ വേണ്ട, ദ ലെസൺ എന്നുള്ളത് തുടക്കം വരണം. ദ ലെസൺ 2 സ്ഥലത്ത് തുടക്കത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് സിയും ഡിയും വിട്ടാം. ദെൻ വി ഒടുക്കത്തിൽ പോകുമ്പോൾ എന്താകും? ബൈ അസ് ആകും. കണ്ടോ, ഇവിടെ ബൈ അസ് വന്നിട്ടുണ്ട്. ദെൻ ഈ ടുഡേ എന്നുള്ളത് ഈ ബൈ അസിന് ശേഷം എഴുതുന്നതാണ് നല്ലത്. അതിന് മുൻപ് എഴുതിയാൽ നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അത് നോക്കിക്കൊണ്ട് മാത്രം നമുക്ക് ഉത്തരം കൺഫേം ആക്കാൻ കഴിയില്ല. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ആർ ഉണ്ടല്ലോ, ഈ ആർ എന്ന് പറയുന്ന ഓക്സിലറി നമ്മുടെ പാസീവ് വോയിസിലെ സബ്ജക്റ്റ് അനുസരിച്ച് മാറും. ഇവിടെ വി സിംഗുലർ അല്ല, പ്ലൂറൽ ആണ്, അതുകൊണ്ടാണ് ആർ കൊടുത്തത്. ഇവിടെ ലെസൺ സിംഗുലർ ആണ്, അതുകൊണ്ട് ഇവിടെ ഈസ് കൊടുക്കണം. എന്ത് വേണ്ട? വില്ല് വേണ്ട.
നമ്മൾ പാസീവ് വോയിസ് ആക്കുന്ന സമയത്ത് ഒരിക്കലും ടെൻസിൽ വ്യത്യാസം വരില്ല അല്ലെ. പാസ്റ്റ് മാറി പ്രസന്റോ, പ്രസന്റ് മാറി പാസ്റ്റോ, ഫ്യൂച്ചറോ ഒന്നും ആകില്ല. നേരെ മറിച്ച് നമ്മൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ മാറ്റുമ്പോൾ അതാത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അനുസരിച്ച് ഓക്സിലറീസിൽ ചേഞ്ച് വരുത്തണം. സോ നമ്മുടെ ഉത്തരം ഈസ് ദ ലെസൺ ഗോയിങ് ടു ബി ഫിനിഷ്ഡ് ബൈ us ടുഡേ എന്നാണ്. അഥവാ ഓപ്ഷൻ എ ആണ് ഉത്തരം. സെറ്റ് അല്ലേ? ദെൻ അടുത്ത ചോദ്യം, ഹിസ് ടീച്ചർ ട്രൈഡ് അറ്റ് കറക്റ്റ് ഹിം ബൈ ഗിവിംഗ് വാല്യുബിൾ അഡ്വൈസസ്. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതിയാണ്. കറക്റ്റ് ദ സെന്റൻസ്. അപ്പോൾ വാല്യുബിൾ അഡ്വൈസ് നമ്മൾ പറഞ്ഞു വെർബ് ആണെങ്കിൽ എസും നൗൺ ആണെങ്കിൽ സിയുമാണ്. അത് മാത്രം നോക്കിയാൽ നമുക്ക് ഓപ്ഷൻ ബി എന്തായാലും ഉത്തരമല്ല. കാരണം ഇത് നൗൺ ആയിട്ടാണ് വരേണ്ടത്. നൗൺ ആയിട്ട് വരുമ്പോൾ ഒരിക്കലും എസ് വരില്ല എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് തെറ്റ്. ട്രൈഡ് അറ്റ് എന്നല്ല, ട്രൈഡിന് ശേഷം ടു ആണ് വരേണ്ടത് കേട്ടോ. ടു ആണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡിയും നമുക്ക് വെട്ടാം. സെറ്റ് അല്ലേ? ദെൻ വാല്യുബിൾ അഡ്വൈസസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. മൂല്യവത്തായിട്ടുള്ള ഉപദേശം എന്നാണ് പറയേണ്ടത്. ഉപദേശങ്ങൾ എന്ന് പറയണ്ട. സോ ഇവിടെ സിംഗുലർ പറഞ്ഞാൽ മതി. അഥവാ ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓപ്ഷൻ എ അല്ല. ഇവിടെ എന്തായി പോയിട്ടുണ്ട്, പ്ലൂറൽ ആക്കി പോയിട്ടുണ്ട്. നമുക്ക് അഡ്വൈസസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, സിംഗുലർ ആക്കി പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഉപദേശങ്ങൾ എന്ന് പറയണ്ട അല്ലെ, അത് സിംഗുലർ ആക്കേണ്ട ആവശ്യമുള്ളൂ. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. സോ ഡിയർ ഫ്രണ്ട്സ്, 2025 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിലെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഡിസ്കസ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.